സാർ, ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൻ്റെ വാർത്തകളാണ് തലങ്ങും വിലങ്ങും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അത് അപ്പോൾ അറിയുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? അതായത് സത്യത്തിൽ നമുക്ക് കഷ്ടം തോന്നും പാകിസ്ഥാനെ പറ്റി. നമ്മുടെ ശത്രുരാജ്യമൊക്കെ ആണെങ്കിലും സഹോദരന്മാരായിരുന്നല്ലോ. ഒരു ശത്രുവിനും ഇത്രയും കുഴപ്പം വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന തരം ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്ത് ഉല്ലസിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ടാങ്കുകൾ പിടിച്ചെടുത്തിട്ട് പോസ്റ്റുകളിൽ നിന്ന് ആ ടാങ്കുകളിൽ ജിഗീഷുക്കളായി സഞ്ചരിക്കുന്ന അഫ്ഗാൻ പോരാളികളുടെ ചിത്രങ്ങൾ. ഇതൊരു കാറിൽ നിന്നൊരാൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണാം, അല്ലാത്ത വീഡിയോ കാണാം. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം കണ്ട വീഡിയോ എന്താണെന്നറിയോ? അത് ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ ധരിച്ചിരുന്ന പാൻറ്റില്ലേ, ആ പാൻറ്റുകൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ കൂടെ നാട്ടുകാർക്ക് കാണാൻ. അപ്പം നമ്മളൊക്കെ സംശയം വരുന്നത് ഈ പാകിസ്ഥാൻ പോസ്റ്റുകൾ കുറെ പിടിച്ചിട്ടുണ്ടല്ലോ, പട്ടാള പോസ്റ്റുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പം പട്ടാള പോസ്റ്റുകൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ പാൻറ്റൊക്കെ ഊരി ഷർട്ടൊക്കെ ഊരിയിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഒന്നുകിൽ അതെ, പാൻറ് അഴിപ്പിച്ച് വിട്ടിരിക്കാം, അതെ അല്ലേ, അല്ലെങ്കിൽ നഗ്നരാക്കി നിർത്തിയിട്ട് അവരെ കൈകാര്യം ചെയ്തിരിക്കാം, എന്തും സംഭവിക്കാം. അതായത് BBC-യുടെ അഫ്ഗാനിസ്ഥാനിലെ ലേഖകൻ ഡേവിഡ് ജുൻബിഷ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാലി ട്രൗസറുകൾ കിഴക്കൻ നൻഗ്രഹാറിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു ആയുധങ്ങൾക്കൊപ്പം. ഇത് പാകിസ്ഥാൻ മിലിറ്ററി പോസ്റ്റുകളിൽ നിന്ന് പിടിച്ചതായിരുന്നു. രണ്ടു തരത്തിൽ വരാം. ഒന്ന്, അവർ ധരിച്ചിരുന്നതുമാകാം, അവർ പിന്നെ ധരിക്കാൻ വെച്ചിരുന്നതും യൂണിഫോം എടുത്തതുമാകാം, ഒക്കെ ആകാം. പിന്നെ പൊതുവെ ഈ അഫ്ഗാനികളുടെ ഒരു സ്വഭാവം നമുക്കറിയാലോ, പഷ്തൂണുകൾ. അപ്പോൾ ഡെഡ് ബോഡീസിനോടൊക്കെ ഇവർ പെരുമാറുന്ന രീതി പണ്ട് ഡോക്ടർ നജീബുള്ളയോട് പെരുമാറിയത് കണ്ടതല്ലേ? കാബൂളിലെ വിളക്ക് കാലിൽ കെട്ടി തൂക്കിയിട്ടിട്ട് അദ്ദേഹത്തെ ഡെഡ് ബോഡി പോലും നശിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ലിംഗം വെട്ടിമാറ്റിയതും ഒക്കെ മീൻസ്. അതുകൊണ്ട് അഫ്ഗാനികളുടെ ഒരു പൊതു രീതിയിൽ അതുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരായതുകൊണ്ട് എന്തൊക്കെയായിരിക്കാം ചെയ്തിരിക്കാനുള്ള സാധ്യത എന്തും ആവാം. അവരെ പിടിച്ചെടുത്തിട്ട് അവരെ ആയുധങ്ങൾ പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഡ്രസ്സും അഴിപ്പിച്ചിരിക്കാം, അവരെ ഒരുപക്ഷെ നഗ്നരാക്കി നിർത്തിയിട്ട് ഉപദ്രവിച്ചിരിക്കാം, വെടിവെച്ച് കൊന്നിരിക്കാം. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഔട്ട് പോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്റിൽ നിന്ന് പട്ടാളക്കാര് മുനീർ ഞങ്ങൾക്ക് പാൻറ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വല്ലതും തരണേ, ഉടുതുണി തരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും. അതായിരിക്കണം സാധ്യത. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണല്ലേ ഇപ്പോ ഇത്. ഏറ്റവും ഈ നൻഗ്രഹാർ എന്ന് പറയുന്നത് അവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളൊരു പ്രവിശ്യയാണത്. ഈ ഏറ്റവും അവസാനം യുദ്ധം നടന്നിരുന്നത് ഇപ്പം 48 മണിക്കൂർ വെടിനിർത്തലാണ്. അത് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ച് യാചിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഖത്തറിനോടും സൗദിയോടും ഇടപെട്ടിട്ട് ഇവരെ ശാന്തരാക്കണം എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനം യുദ്ധം നടന്നിരുന്നത് സ്പിൻ ബുൾഡാക്ക് എന്ന് പറഞ്ഞ ജില്ലയിലാണ്. അത് കാണ്ഡഹാറിൽ ആണ്. 15 പേര് കൊല്ലപ്പെട്ടു അവിടെ. അപ്പോൾ താലിബാൻകാർ 15, മറ്റേ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. താലിബാൻ പാകിസ്ഥാൻ്റെ ബോർഡർ പോസ്റ്റുകൾ പിടിച്ചു, പാകിസ്ഥാൻ ഭടന്മാരെ കൊലപ്പെടുത്തി. പിന്നെ പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് ഖത്തറിനെയും സൗദിയെയും ഒക്കെ വിളിച്ച് യാചിച്ചു. ചൊവ്വാഴ്ച രാത്രി കനത്ത പോരായിരുന്നു. 100 കണക്കിന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾ താമസിക്കുന്ന കെട്ടിടമായിരിക്കും. ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ പല കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റി ആശുപത്രിയിലായിട്ടുണ്ട്. 80 സ്ത്രീകളും കുട്ടികളും ആശുപത്രിയിലുണ്ടെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പരിക്ക് പറ്റിയിട്ട് 48 മണിക്കൂർ വെടിനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തലാണ്. അതായത് ഒരു സ്ഥിരം വെടിനിർത്തലായിട്ടില്ല. ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ ആണ് ആ വെടിനിർത്തൽ. ഇന്നലെ അതെ. അപ്പോൾ അത് തീരാറായി. ബുധനാഴ്ച ഒരു ടാങ്കർ സ്ഫോടനം നടന്നിട്ടുണ്ട് കാബൂളിന് തൊട്ട് പുറത്ത്. അതായത് ഈ
പെട്രോള് ഡീസലോ മറ്റോ ഉണ്ടായിരുന്ന ഇന്ധന ടാങ്കർ കത്തിയിട്ട് വലിയ തീ അഗ്നിബാധയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ ഇതിനൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മന്ത്രിമാരുണ്ടല്ലോ, 3 മന്ത്രിമാര് ജനറൽമാരൊക്കെ കാബൂളിലേക്ക് പോയി സമാധാന ചർച്ചയ്ക്ക് വിസ ചോദിച്ചിരുന്നു. 3 തവണ അപേക്ഷിച്ചത് 3 തവണയും റദ്ദാക്കി. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ഇനി സന്ധി ഇല്ല എന്നുള്ള തീരുമാനമാണ് അഫ്ഗാനിസ്ഥാൻ. കാബൂളിലെ TTP, അതായത് തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ താവളങ്ങളിൽ കഴിഞ്ഞ ആഴ്ച വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന് പകരമായിട്ടാണ് പാകിസ്ഥാനെ കയറി അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ വക്താവ് സബീനുള്ള മുജാഹിദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ലൈറ്റ് ആൻഡ് ഹെവി വെപ്പൺസ് പിടിച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ തോക്കുകൾ പിടിച്ചിട്ടുണ്ട്, വലിയ ടാങ്കുകളും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ, ടാങ്കുകൾ. താലിബാൻ പിടിച്ച ഈ പാകിസ്ഥാന്റെ T-55, T-55 ടാങ്കുകളിലാണ് ഈ അഫ്ഗാൻ പോരാളികൾ സഞ്ചരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നത്. അത് സെർബിയയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ ടാങ്കുകളാണ് ഈ T-55 എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറും 2 ബോർഡർ പോസ്റ്റുകൾ താലിബാൻ ആക്രമിച്ചു. 30 പേരെ കൊന്നെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ പോരാളികളെ 30 പേരെ കൊന്നു. സ്പിൻ ബോൾഡാക്കിൽ 20 പേരെ കൊന്നു അഫ്ഗാൻകാരെ എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. കാണ്ഡഹാറിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ചാമർ ജില്ലയിൽ 4 പേർക്ക് പരിക്കേറ്റു. താലിബാൻ ആക്രമണത്തിൽ 6 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അവിടെ അതിർത്തിയിൽ വലിയ തോതിൽ പലായനം നടക്കുന്നുണ്ട്. അത് 1500 പേര്, 2000 പേര്. കാരണം അതിർത്തിയിൽ വലിയ ഷെല്ലിങ്ങും റോക്കറ്റും വ്യോമാക്രമണവും ടാങ്കും എല്ലാം ആയതുകൊണ്ട് അതിർത്തിയിൽ നിന്ന് ആളുകൾ മുഴുവൻ പലായനം ചെയ്യാണ്. അപ്പോൾ സൗദിയോടും പാകിസ്ഥാനോടും ഒക്കെ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത്, പടച്ചോനെ വിചാരിച്ച അഫ്ഗാനികളെ ശാന്തരാക്ക് എന്ന് അഭ്യർത്ഥിച്ചതായിട്ടാണ് പറയുന്നത്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ ധാരണയുണ്ടായിരുന്നല്ലോ, ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ 2 രാജ്യത്തെ ആക്രമിച്ച പോലെയാണെന്ന്. എന്നിട്ട് സൗദി എന്ത് ചെയ്തു? ന്യായമായ ചോദ്യമാണ് സാർ. ഇതല്ലെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ നടക്കുമ്പോൾ ഇവരൊക്കെ ഈ അഖില ലോക ഇസ്ലാമിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തല്ലുമ്പോൾ, ഇസ്ലാമും തമ്മിൽ തല്ലി തീരുമ്പോൾ, ഭീകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ ഇവർക്ക് എന്താ നിലപാട്? ഒരു നിലപാട് വേണമല്ലോ അതിനകത്ത്. അപ്പോൾ ഇതിനുണ്ടോ ഇരട്ടത്താപ്പ്? കൊല്ലപ്പെടുന്ന മനുഷ്യർക്കും യുദ്ധം ചെയ്യുന്ന മനുഷ്യർക്കും ഒക്കെ ഒരു വ്യത്യസ്തമായ കണ്ണുകൊണ്ട് കാണാനുള്ള. ഇവരാദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ ഫലസ്തീൻ ഇഷ്യൂ തന്നെ ന്യായമായ മാർഗത്തിൽ പരിഹരിക്കാൻ ഇപ്പോൾ ഈ ആവശ്യപ്പെടുന്ന മാർഗമുണ്ടല്ലോ, ദ്വിരാഷ്ട്രം, 2 രാഷ്ട്രങ്ങളുടെ അംഗീകാരം. ഇതല്ലേ 77 കൊല്ലം മുമ്പ് UN പറഞ്ഞത്? ഇസ്രായേലിനെ അംഗീകരിക്കണം, ഫലസ്തീനെ അംഗീകരിക്കണം. ആരായിരുന്നു അംഗീകരിക്കാതെ പോയത്? ഇസ്രായേൽ അല്ലല്ലോ അംഗീകരിക്കാത്തത്, അറബ് രാജ്യങ്ങളാണ് അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അവസ്ഥ ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ പാകിസ്ഥാനെ ഞങ്ങൾ അതാണല്ലോ അന്ന് ഓർമ്മയില്ലേ, പാകിസ്ഥാൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, ഞങ്ങളെങ്ങാനും തൊട്ടാൽ സൗദി അറേബ്യ വന്ന്. അതെ, എവിടെ ഇപ്പോൾ? അപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ സൗദി അറേബ്യയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സേന അവിടെ വേണം. അതാണ്. അല്ലാതെ സൗദിക്ക് മുമ്പ് കാബ കുറെ ആളുകൾ 1979 ആക്രമിച്ചപ്പോഴും പാകിസ്ഥാൻ സേനയും ഫ്രഞ്ച് സേനയും പോയിട്ടല്ലേ, അല്ലാതെ സൗദിക്ക് എന്ത് സേന? അതെ, സത്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ അവസ്ഥ, ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. 48 മണിക്കൂർ ഒരു ഇടവേള എന്നൊക്കെ പറയുന്നത് ഒരു ബ്രേക്ക് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങോട്ട് പോകും, എന്ത് സംഭവിക്കും എന്നൊക്കെ കാത്തിരിക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. മാത്രമല്ല 48 മണിക്കൂർ കൊണ്ട് അഫ്ഗാനിസ്ഥാന് വേറെ എവിടെന്നെങ്കിലും ആയുധങ്ങളൊക്കെ കിട്ടിക്കൂടെ? വേറെ എവിടുന്നെങ്കിലും എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ അതിൻ്റെ സാധ്യത ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയില്ല സാർ. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഈ ഇന്ത്യയുടെ നിലപാട് സ്ട്രാറ്റജിക്കലാണ് ഈ സമയത്ത്. പാകിസ്ഥാൻ നമുക്ക് തരുന്ന പണിക്ക് നമ്മൾ ഒരുപാട് മറ്റേ മരുന്നോ എന്തൊക്കെയോ സഹായങ്ങളൊക്കെ അങ്ങോട്ട് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊക്കെ അയക്കാവുന്നേ ഉള്ളൂ. അല്ല, കൊടുക്കുകയല്ല, ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് സഹായിച്ചു. നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നു, നമ്മൾ ആശുപത്രികൾ പണിയുന്നു, ഡാം
പിന്നെ 2021 അമേരിക്ക ബാഗ്രാം താവളത്തിൽ ഇട്ടേച്ചു പോയ ധാരാളം ആയുധങ്ങളുണ്ട് അവിടെ. അതെ തീർച്ചയായിട്ടും അതുണ്ട്. അതിന്റെ ഒരു പ്രദർശനം അടുത്ത കാലത്ത് നടന്നിരുന്നു അവിടെ, പരേഡ്. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ ഈ സമയത്ത് നല്ല സമയത്താണ് തീരുമാനമെടുത്തത്. എനിക്ക് തോന്നുന്നു ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തക്കി വന്ന് പോയതിനു ശേഷമുള്ള ഒരു ഊർജ്ജം ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം ഉത്തരവ് കൊടുത്ത കണ്ടില്ലേ. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കൂടെ തിരിച്ചടിക്കുന്ന കൃത്യം ശക്തമായ ഉത്തരവ് കൊടുത്ത ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ്. ആ ഒരു ആവേശമൊക്കെ ഇപ്പൊ ഈ യുദ്ധത്തിൽ കാണാനും ഉണ്ട് അഫ്ഗാൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഡോവലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഊർജം കിട്ടും. അജിത് ഡോവലിനെ കണ്ടിരുന്നല്ലോ, കണ്ടതിന്റെ ഗുണം തന്നെ ആയിരിക്കും ആ കണ്ടതെന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണം വിചാരിക്കുക. എന്തായാലും ഇന്ത്യക്ക് ഈ സമയത്ത് വല്ലതും ഈ പാകിസ്ഥാന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ, വല്ല ഊർജവും ബാക്കിയുണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ തീർത്തോളും. അപ്പണി അഫ്ഗാനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന് വേണം കരുതാൻ. നമ്മൾക്ക് തൽക്കാലം അവർക്ക് വേണ്ട ജീവകാരുണ്യ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും യുദ്ധം കാണികളായിട്ട് ഗാലറിയിൽ നിന്ന് കാണാനും ആണ് തൽക്കാലം നമ്മൾ സഹിച്ചതാണല്ലോ. കുറച്ച് നിരപരാധികളെ കുരുതി കൊടുക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി വന്ന ഭീകരവാദികളെ അല്ല ഈ അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ പറയുന്നത് ഒരു യുദ്ധം ചെയ്യാതെ തന്നെ POK ഇന്ത്യയിൽ ചേരും. അതിന് സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ പോയാൽ. കാരണം ആ രാജ്യത്തെ ചെറുക്കാൻ, അതിൻ്റെ അതിർത്തികൾ കാക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു പാകിസ്ഥാനെ നമ്മൾ വൈകാതെ കാണേണ്ടി വരും. POKക്കാർ പക്ഷേ നിലവിളിച്ചിട്ട് ഞങ്ങളെ കൂടി ചേർക്കണമേ എന്ന് അവർ നമ്മളോട് ആവശ്യപ്പെടുകയില്ല. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ശുഭവാർത്തകൾക്കായിട്ട് കാത്തിരിക്കാം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.